നമസ്കാരം. മൈ ആസ്ട്രോവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. 2026 ഏറ്റവും വിശേഷപ്പെട്ട പുണ്യം ദിനം ഇങ്ങ് എത്താറായിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശിവരാത്രിയാണ്. മഹാശിവരാത്രി 2026 ഈ വർഷം ഫെബ്രുവരി 15-നാണ് ആചരിക്കപ്പെടുന്നത്. ജ്യോതിഷപരമായും ആത്മീയപരമായും ഈ പുണ്യദിനത്തിന് അതീവ പ്രത്യേകതയുണ്ടെന്ന് വിശ്വാസം പറയുന്നു. ആത്മീയമായി വിലയിരുത്തുകയാണെങ്കിൽ ജീവിതത്തിൽ അനുകൂലമായ നിരവധി മാറ്റങ്ങൾക്ക് ഈ ദിവസം തുടക്കമിടുന്ന സമയമായിരിക്കും. എന്നാൽ ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ അനുകൂലവും പ്രതികൂലവുമായ പല മാറ്റങ്ങൾക്കും ഒരുമിച്ച് ആരംഭിക്കുന്ന ഘട്ടം കൂടിയാണിത്. മഹാശിവരാത്രി ദിനത്തിൽ ഗ്രഹസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പ്രത്യേക യോഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉയരുന്ന സമയമാണിത് എന്നതിൽ ഒരു സംശയവുമില്ല. കൂടാതെ ഈ യോഗങ്ങൾ ധനം, തൊഴിൽ, ആരോഗ്യം, മാനസിക ശാന്തി തുടങ്ങിയ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അനുകൂലമായ നല്ല ഫലങ്ങൾ നൽകുന്നതായാണ് കാണപ്പെടുന്നത്. ഇതിൽ പ്രധാനമായും 3 പ്രത്യേക യോഗങ്ങളാണ് രൂപപ്പെടുന്നത്. ഇവ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുകയും ഐശ്വര്യവും ഗുണകരമായ മാറ്റങ്ങളും കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും അനുകൂല അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു ഘട്ടമാണിത് എന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഈ യോഗങ്ങൾ ആരെല്ലാം ഭാഗ്യവാന്മാരാക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് തുടങ്ങിയ പല കാര്യങ്ങൾ വിശദമായി ഇനി നമുക്ക് പരിശോധിക്കാം. ആദ്യം അവ ഏതൊക്കെയാണ് യോഗങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ചന്ദ്രശനി യോഗം, രണ്ടാമത്തേത് മംഗള യോഗം, മൂന്നാമത്തേത് ശിവയോഗം എന്നിങ്ങനെയാണ്. ആദ്യം ചന്ദ്രശനി യോഗം. ഈ വരുന്ന ശിവരാത്രി ദിനത്തിൽ ചന്ദ്രനും ശനിയും ഒരുമിച്ച് ചേരുന്ന സമയത്ത് ചന്ദ്രശനി യോഗം രൂപപ്പെടുന്നു. ഈ യോഗം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നതാണ്. പ്രത്യേകിച്ച് അവ ധൈര്യം വർദ്ധിപ്പിക്കാനും മാനസിക സന്തോഷം കൈവരിക്കാനും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. കൂടാതെ മേടം, കർക്കിടകം, തുലാം രാശിക്കാർക്ക് ഈ ചന്ദ്രശനി യോഗം ശ്രദ്ധേയമായ മാറ്റങ്ങൾ നൽകുന്നുണ്ട്. അവർക്ക് പല സാഹചര്യങ്ങളിലും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇതിലൂടെ സഹായിക്കും. കൂടാതെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും ആശ്വാസവും പരിഹാരവും ലഭിക്കാൻ ഈ ചന്ദ്രശനി യോഗം നമുക്ക് സഹായകമാകുന്നു. അടുത്തത് മംഗളയോഗം. ചൊവ്വയുടെ സ്വാധീനത്തിൽ രൂപപ്പെടുന്ന മംഗളയോഗം നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. ഈ യോഗം പല രീതികളിലായി ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ശനിയുടെയും ചൊവ്വയുടെയും ഗ്രഹമാറ്റങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ അത് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഘട്ടമായി മാറുന്നുണ്ട്. ഇത് ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതോടൊപ്പം തൊഴിൽ രംഗത്തുണ്ടായിരുന്ന നഷ്ടങ്ങളും തടസ്സങ്ങളും മറികടക്കാൻ അനുയോജ്യമായ സമയവുമാണ്. കൂടാതെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും മംഗളയോഗം കൂടുതൽ സഹായകമാകുന്നുണ്ട്. ഈ വർഷത്തെ ശിവരാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ മംഗളയോഗം. ഇടവം, ചിങ്ങം, ധനു എന്നീ രാശിക്കാർക്ക് ഇതിന്റെ സ്വാധീനം ഏറെ പ്രകടമായിരിക്കും. ശിവയോഗം. ശിവരാത്രി ദിനത്തിൽ രൂപപ്പെടുന്ന ശിവയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നതാണ്. കൂടാതെ ധനം, കുടുംബജീവിതം, തൊഴിൽ മേഖല എന്നിവയിൽ ഗുണകരമായ മാറ്റങ്ങൾ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഈ യോഗങ്ങൾ സൃഷ്ടിക്കുന്നു. കൂടാതെ കടബാധ്യതകൾ, തൊഴിൽ തടസ്സങ്ങൾ,
ജീവിതത്തിൽ നേരിടുന്ന വിവിധ പ്രതിസന്ധികൾ എന്നിവയ്ക്ക് പരിഹാരം കാണാൻ ഈ ശിവയോഗം സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. ഈ യോഗത്തിന്റെ ഫലമായി സന്തോഷകരമായ നിരവധി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. പ്രത്യേകിച്ച് മകരം, മീനം എന്നീ രാശിക്കാർക്കാണ് ശിവയോഗം ഏറെ അനുകൂലമായ മാറ്റങ്ങൾ സമ്മാനിക്കുന്നത്. യോഗഫലങ്ങൾ കൂടുതൽ ഗുണകരമാകുന്നതിനായി ഈ 3 യോഗങ്ങളും ശിവരാത്രി ദിനത്തിൽ ധാരാളം അനുകൂല അനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും. ഇതിനു പുറമെ എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും കൂടാതെ നേട്ടങ്ങളും കൈവരിക്കാൻ ശിവരാത്രി ദിനത്തിൽ ശിവപൂജ, അഭിഷേകം, വ്രതം എന്നിവ അനുഷ്ഠിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. ഇത് ജീവിതത്തിൽ വളരെ ഭാഗ്യം വർദ്ധിപ്പിക്കുകയും അതുപോലെ മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തൊഴിൽ, ധനം, വിവാഹം സംബന്ധിച്ച ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനും ഈ ദിനത്തിലെ ആരാധനകൾ സഹായകമാകുന്നു.